നമസ്കാരം. ജീനിയസ് റൈറ്റിംഗ് ലാബിലേക്ക് എല്ലാ പഠിതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. എഴുതാൻ പഠിപ്പിക്കുക എന്ന ഒരു പരിശീലന കളരിയാണ് ഈ ലാബിൽ നമ്മൾ നടത്തുന്നത്. വ്യത്യസ്തമായ കലകളും കായിക വിനോദം പരിപാടികളൊക്കെ കായിക പരിപാടികൾ കലാപരിപാടികളൊക്കെ നൈസർഗികമായി ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന കഴിവുകളാണ്. പക്ഷെ ആ കഴിവുകളെ പരിപോഷിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ തനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്നറിയാതെ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ അവസാനിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എഴുതാനുള്ള പല കഴിവും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലം വന്നപ്പോഴാണ് പല ആളുകൾക്കും എഴുതാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ലോകം അറിയുന്നത്. ലോകം മാത്രമല്ല, ആ ആളുകൾ മനസ്സിലാക്കിയത് എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് പറയാൻ കഴിയും, എനിക്ക് പ്രതികരിക്കാൻ കഴിയും, എൻ്റെ മനസ്സിനുള്ളിലുള്ള ആശയം എനിക്ക് മറ്റൊരാളെ മുന്നിൽ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള വിവരം പല ആളുകളും അറിഞ്ഞത് ഈ സോഷ്യൽ മീഡിയ രംഗം വന്നതിന് ശേഷമാണ്. പക്ഷെ അങ്ങനെ രൂപപ്പെടുന്ന ആശയങ്ങൾ, അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാശയത്തെ ചെത്തി മിനുക്കി നന്നാക്കി ആളുകളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വളരെ ഹ്രസ്വമായ ഒരു കോഴ്സാണ് ജീനിയസ് റൈറ്റിംഗ് ലാബിലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. 10 ദിവസം കൊണ്ട് ആളുകളെയൊക്കെ MT ആക്കാനോ അല്ലെങ്കിൽ ONB ആക്കാനോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും എഴുത്തുകാരനാക്കുക എന്നുള്ള വാഗ്ദാനമല്ല. ഉള്ളിലുള്ള ഒരാശയം, മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാശയം ഏറ്റവും ഭംഗിയായി ആളുകളെ ആകർഷിപ്പിക്കാവുന്ന വിധം എങ്ങനെ അവതരിപ്പിക്കാം എന്നാണ് നമ്മളുടെ ഈ കോഴ്സിൻ്റെ രത്ന ചുരുക്കം. ആദ്യം തന്നെ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഒന്ന്, നമ്മൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന നമ്മളുടെ സൃഷ്ടി, നമ്മൾ എഴുതി കഴിയുന്ന നമ്മളുടെ സൃഷ്ടി ആരാണ് വായിക്കുന്നത് എന്ന് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവണം. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ആ ശൈലിയും ആ ഭാഷയല്ല മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്നത്. മുതിർന്നവർക്കുള്ള ശൈലിയല്ല കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. ചേരി പ്രദേശങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുന്ന ശൈലിയിലല്ല ഉയർന്ന ആളുകളോട് സംസാരിക്കുന്നത്. രണ്ടും രണ്ട് ശൈലിയാണ്. അവരെ ആകർഷിക്കുന്ന രണ്ട് തരം രീതിയായിരിക്കും. അതേപോലെ തന്നെ ചെറുപ്പക്കാർ ഇന്നുള്ള യങ്ങേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ പഴയ സ്റ്റൈലിൽ പറയുന്നതിന് പകരം അവരെ ആകർഷിപ്പിക്കാവുന്ന, അവരെ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ശ്രദ്ധ കിട്ടാവുന്ന വിധത്തിൽ എന്ത് ഭാഷ നമ്മൾ ഉപയോഗിക്കണം, ഏത് ശൈലി നമ്മൾ ഉപയോഗിക്കണം എന്നതാണ് എഴുത്തിൻ്റെ ഒന്നാമത്തെ കാര്യം. ഞാനൊരു കാര്യം ഈ എഴുത്തുകാരോട് എല്ലാവരും ചോദിക്കാറ്. നാളെ എഴുത്തുകാരായി മാറാനുള്ള ഈ 30 പേരോടും ജീനിയസ് ലാബിൻ്റെ ഭാഗമായിട്ട് വരുന്ന 30 പേരോടും ഒരേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചില്ലേ? എഴുത്തുകാരനായാലും ഒരു എഴുത്ത് സൃഷ്ടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയണം. ഒരു 2 മിനിറ്റ് സമയം ബ്രേക്ക് ചെയ്ത് തീരുമാനിക്കുക. ഞാൻ ഇന്ന് മുതൽ എഴുത്തുകാരനാവാൻ തീരുമാനിക്കുന്നു എന്ന് ആദ്യം ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം, അടുത്തൊരൊറ്റ ചോദ്യം കൂടെ ഉണ്ട്. അതിന് നിങ്ങളൊരു പേനയും കടലാസും എടുത്ത് മറുപടി എഴുതണം, ഉത്തരവെഴുതണം. ഒന്ന്, ഞാൻ എഴുത്തുകാരനാവാൻ തീരുമാനിച്ചു, എഴുതാൻ തീരുമാനിച്ചു എന്ന് എഴുതുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ എന്താണ് എഴുതുന്നത്? ആശയം രൂപപ്പെടുത്തിയോ? എഴുതാൻ തീരുമാനിച്ച വസ്തുവിൻ്റെ ആശയം രൂപപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്ക് മുന്നിൽ ഒരുപാട് ചിന്തകളും ഒരുപാട് കാഴ്ചകളും അതുപോലെ തന്നെ പല സംഗതികളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരാശയം രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പല കാര്യത്തിൽ നിന്ന് നമുക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താം. ഒന്ന്, ജീവിതത്തിൽ നിന്ന് ആശയം ഉൾക്കൊള്ളണം. ഒരു ബസ് യാത്ര നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി വഴിയിൽ വെച്ചിട്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ കാണുമ്പോൾ
ഒരാൾ പറഞ്ഞ ഒരു വാചകം, വഴിയാത്രയിൽ നിന്നൊരു പറഞ്ഞു കേട്ട ഒരു വാചകത്തിൽ നിന്നും നമുക്കൊരു ആശയം രൂപപ്പെടുത്താൻ പറ്റും. അങ്ങനെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു ആശയം രൂപപ്പെടുത്താൻ പറ്റും. അതേപോലെ നമ്മളെ എൻവിറോൺമെന്റൽ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ആശയം രൂപപ്പെടുത്താം. നമ്മളെ പരിസരത്ത് നിന്ന് ഒരു വാർത്ത, ഏതെങ്കിലും ഒരു വാർത്ത ഇന്ന് കേൾക്കുന്നു, ഏതെങ്കിലും ഇന്ന് ഓരോരോ ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുപാട് ഒരു സിനിമ ഇന്ന് കണ്ട സിനിമയിൽ നിന്ന് നമുക്കൊരു ആശയം ഉൾക്കൊണ്ട് ഒരാശയം രൂപപ്പെടുത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ ചിത്രം, അല്ലെങ്കിൽ ഒരു പഴയ കഥ, ഏതെങ്കിലും ഒരു പരിസരത്തു നിന്ന് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്കൊരാശയത്തെ രൂപപ്പെടുത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ചോദ്യം. ഒരു വസ്തു കണ്ടാൽ, ഒരു കുട്ടി കരയുന്നത് കണ്ടാൽ, അല്ലെ വഴിയാത്രയിൽ നിന്നൊരു സംഭവം കണ്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ: ഒന്ന്, ആശയം രൂപപ്പെടുത്തുക. ആശയം രൂപപ്പെടുത്തുമ്പോൾ അത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നാവാം, പരിസരത്ത് നിന്നാവാം. ഇതൊക്കെ ആശയം രൂപപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന ഒരു ചോദ്യം ചോദിക്കാം. അതിൽ നിന്ന് നമുക്ക് ആശയത്തെ വിപുലീകരിപ്പിക്കാൻ കഴിയും. ആശയത്തെക്കുറിച്ചുള്ള ചിന്തയാക്കുന്നത് ആശയം ഒരു കഥയാക്കാം, അല്ലെങ്കിൽ അതൊരു ലേഖനമാക്കാം, അല്ലെങ്കിൽ അതൊരു കവിതയാക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു കുറിപ്പാക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അന്തസത്ത ഏതാണ്, ഭാവനയോ യാഥാർത്ഥ്യങ്ങളോ എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു തോട്ട് നമ്മൾ രൂപപ്പെടുത്തണം. അതാണ് നമ്മൾ വിപുലീകരിക്കാൻ പോകുന്നത്. അഥവാ നന്നായി പറഞ്ഞാൽ, ഒരമ്മയുടെ മൗനം എന്തു പറയുന്നു? ഒരു പഴയ കത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? മനുഷ്യനെ മാറ്റം വരുത്തുന്ന മറ്റൊരു സംഭവം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ സെൻട്രൽ ക്വസ്റ്റ്യൻസ് ആണ്. സെൻട്രൽ ക്വസ്റ്റ്യൻ, ഒരു തോട്ട്, അതിൽ നിന്നൊരു നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ആശയത്തിൽ നിന്ന് ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ. ഒന്ന്, എന്തെങ്കിലും ഒരു സെൻട്രൽ ക്വസ്റ്റ്യൻ കിട്ടണം. ഏതെങ്കിലും ഇപ്പോൾ ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവമാണെങ്കിൽ അത് എന്തുകൊണ്ട് ചാടി? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതിനെ ഗോവിന്ദചാമി ജയിൽ ചാടിയ ആ സംഭവത്തെ മറ്റൊരു കഥയായിട്ട് ആശയം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. അതേ സംഭവം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ആശയം എഴുതാൻ തയ്യാറാക്കലാണ്. അതിന് ആദ്യം വേണ്ടത് ഒരു ടൈറ്റിൽ പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മാറ്റാം. ഒരു ടൈറ്റിൽ കണ്ടെത്തണം. മുഖ്യ കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കണം. സ്ഥലം, ആ കാലം, കഥ എഴുതുന്ന കാലം പഴയ കാലാണെങ്കിൽ ഒരു 947 കഥയാണ് എഴുതുന്നതെങ്കിൽ 947 സിറ്റുവേഷനിലേക്ക് നമ്മളെ മനസ്സ് മാറണം. ആ വിധത്തിൽ അതിനെ രൂപപ്പെടുത്തണം. സ്ഥലം, കാലം, അന്തരീക്ഷത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾക്കത് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ. അതേപോലെ തന്നെ ഒന്നിനു വേണ്ടി ഇതിനൊക്കെ നമ്മളൊരു കടലാസും പേനയും എടുത്ത് എഴുതി തുടങ്ങുക. ഇതാണ് നമ്മളുടെ ഒരു ആശയം രൂപപ്പെടുത്തുന്നതിൻ്റെ രത്ന ചുരുക്കം ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. ഇനി നിങ്ങളോട് ഒറ്റ കാര്യമാണ്, നിങ്ങൾ എഴുതാൻ തീരുമാനിച്ചു, എഴുതേണ്ടതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു സംഗ്രഹം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഒരാശയം രൂപപ്പെടുത്തി ആ ആശയത്തെക്കുറിച്ച് ഒരു 50 വാക്കിൽ ഇതിന് താഴെ രചിക്കുക, കുറിപ്പിടുക എന്നതാണ് ഇന്ന് ചെയ്യേണ്ട കാര്യം. ജീനിയസ് ബുക്സിൻ്റെ റൈറ്റിംഗ് ലാബിലേക്ക് നിങ്ങളെല്ലാ ആളുകളും ജീനിയസ് റൈറ്റിംഗ് ലാബിലൂടെ നല്ല എഴുത്തുകാരാവും എന്ന പ്രതീക്ഷ ഞാൻ വെച്ചു പുലർത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എഴുത്തുകാരനായി മാറും. നിങ്ങളുടെ എഴുത്ത് ഈ 10 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 10 ദിവസത്തിനകം നിങ്ങൾ
ജനങ്ങൾ ആകർഷിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാകുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.